പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ആവശ്യപ്രകാരം ബേപ്പൂർ മണ്ഡലത്തിൽ വർഷങ്ങളായി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്റർ അതിന്റെ സാങ്കേതികമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന സന്തോഷകരമായ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസിന്റെ കൂടി സാന്നിധ്യത്തിൽ ഇന്ന് ഫിഷറീസ് മറ്റ് വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാരുടെ സംയുക്തവും ചേർന്നു അതിന്റെ DPR തയ്യാറാക്കാനും ഏറ്റവും വേഗം അതിനാവശ്യമായ കർമാനുമതി നൽകി ടെൻഡർ നൽകി നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പോകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ചത്. തീർച്ചയായിട്ടും ബേപ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച് അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ഒരു ചിരകാല സ്വപ്നമാണ് ഈ പറയുന്ന ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്റർ. ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മന്ത്രിയായ സന്ദർഭത്തെ ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഫിഷറീസ് മന്ത്രി എന്ന നിലയിൽ എന്നെ കൂടി ചേർത്ത് അവിടെ പോവുകയും സ്ഥലം സന്ദർശിക്കുകയും സാങ്കേതികമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി തുടർന്ന് നടത്തിയ കൂട്ടായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇതിനാവശ്യമായ പകരം ഭൂമി കണ്ടെത്തി ഇന്നിപ്പോൾ ഫിഷ് ലാൻഡിംഗ് സെന്റർ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഏറ്റവും സന്തോഷകരമായ മറ്റൊരു കാര്യം ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ ഭാഗമായി അതിനോടനുബന്ധമായി ബേപ്പൂർ മണ്ഡലത്തിൽ ഒരു മത്സ്യ വില്ലേജ് പദ്ധതി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായത്തോടെ ആരംഭിക്കുകയാണ്. ഏതാണ്ട് 732.95 ലക്ഷം രൂപയാണ് ഈ മത്സ്യഗ്രാമ പദ്ധതിക്ക് വേണ്ടി ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അതിന്റെ ഭരണാനുമതി നൽകി അതിന്റെ സാങ്കേതിക അനുമതി നൽകി കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. 2.5 കോടി രൂപയോളം ചെലവഴിച്ചുള്ള ഒരു പുനരധിവാസ കേന്ദ്രമടക്കം വളരെ ബൃഹത്തായ പദ്ധതികളാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങളടക്കം അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസന അടക്കമുള്ള പദ്ധതികളാണ് ഈ മത്സ്യഗ്രാമ പദ്ധതിയിൽ ഇപ്പോൾ ഉൾപ്പെടുന്നത്. കേരളത്തിലെ 8 മത്സ്യഗ്രാമങ്ങളിൽ ഒരു ഗ്രാമം ബേപ്പൂർ മണ്ഡലത്തിലാണ് ഫിഷറീസ് വകുപ്പ് അനുവദിച്ചത്. പ്രിയപ്പെട്ട MLA മന്ത്രി എന്ന നിലയിൽ മുഹമ്മദ് റിയാസിന്റെ അഭ്യർത്ഥന പ്രകാരം കൂടിയാണ് ഇത് അനുവദിച്ചിട്ടുള്ളത്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ 2 പദ്ധതികളും സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി ഏറ്റവും മികച്ച തരത്തിലുള്ള ഒരു മുന്നേറ്റം മത്സ്യമേഖലയിൽ ബേപ്പൂർ മണ്ഡലത്തിലും പ്രത്യേകിച്ച് ചാലിയം മേഖലയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇതിനുവേണ്ടി സഹായിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും ബഹുമാനപ്പെട്ട മന്ത്രിയോടും എല്ലാ ഫിഷറീസ് വകുപ്പിനോടും നന്ദി അറിയിക്കുന്നു. ഏറ്റവും വേഗം ഇതിന്റെ ഉദ്ഘാടനം നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി എന്റെ അടുത്തുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ യോഗം എല്ലാം ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇത് സംബന്ധിച്ച് 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രയാസത്തെ മനസ്സിലാക്കി ദീർഘകാലത്തെ ആഗ്രഹത്തെ മനസ്സിലാക്കി നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയോട് ഇടപെട്ടിരിക്കുകയാണ്. ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്